പ്രിയപ്പെട്ടവരെ, ഈ കപ്പൽ ഏതാണ് എന്ന് നിങ്ങൾക്കറിയാം. അമേരിക്കയുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ ജെറാൾഡ് ആർഫോർഡ് ആണ്. ഇപ്പോൾ അത് വളരെയധികം ക്ഷീണിച്ച് അമേരിക്കയിലേക്ക് തിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിലെ ദൗത്യങ്ങളെല്ലാം നിർവഹിച്ച് ഇറാനിലുള്ള ഭരണമാറ്റം നടത്തി ഇറാന്റെ മിസൈൽ സംവിധാനങ്ങളെല്ലാം തകർത്തെറിഞ്ഞ് അതോടൊപ്പം തന്നെ അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റികളെല്ലാം തവിട് പൊടിയാക്കി പിന്നെ ഹോർമുസ് കടലിടുക്കെല്ലാം ഇപ്പോൾ സുഗമമായി യാത്ര ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി വളരെയധികം ക്ഷീണിച്ച് യാത്ര ചെയ്യുന്ന ജെറാൾഡ് ആർഫോർഡ് ഇപ്പോൾ വരുന്ന വാർത്ത അത് അമേരിക്കയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ്. ഇതിനെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുദ്ധം നടക്കുന്നതിന് മുമ്പ് ഇറാനെ തകർക്കാൻ വേണ്ടി അമേരിക്കയുടെ ആർമാഡയാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ എത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു. അത് കേട്ടപ്പോൾ ഏകദേശം ഒരു 48 ഹവേഴ്സിനുള്ളിൽ 48 മണിക്കൂറിനുള്ളിൽ ഇറാൻ തകർന്നത് തന്നെ എന്ന് ലോകം വിചാരിച്ചതാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇറാനോ അല്ലെങ്കിൽ കപ്പലോ ഒന്നുമല്ല, തകർന്നിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപാണ്. ഒന്നും ചെയ്യാൻ കഴിയാത്ത, നിഷ്ക്രിയനായ, നിസാരനായ, ഒന്നുമല്ലാത്ത, വാക്കുകൾക്ക് വിലയില്ലാത്ത, സത്യം പറയാൻ കഴിയാത്ത ലോകത്തിലെ ഏക പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ഈ ആർമാഡ വെച്ച് മാറിയിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ദയനീയാവസ്ഥ. അമേരിക്കയിലെ ജനങ്ങളും കുടുങ്ങിയിരിക്കുന്നു, ഇസ്രയേലും കുടുങ്ങിയിരിക്കുന്നു, അതോടൊപ്പം ഇറാനും കുടുങ്ങിയിരിക്കുന്നു, ലോകം മുഴുവൻ കുടുങ്ങിയിരിക്കുകയാണ്. അമേരിക്ക ഇയാളൊന്ന് പിൻവാങ്ങി കിട്ടിയെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ആലോചിക്കുകയാണ് അമേരിക്കയിലെ മുഴുവൻ ജനങ്ങളും എന്നല്ല അവിടെയുള്ള പൊളിറ്റിക്കൽ നേതാക്കൾ അടക്കം. അതേസമയത്ത് ഇസ്രയേൽ കുടുങ്ങിക്കിടക്കുന്നത് അമേരിക്കയെ കൊണ്ടുവന്നാൽ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്നായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല എന്ന് മാത്രമല്ല, ഇതുവരെ ഉണ്ടായിരുന്ന ഉള്ള ചോറും ചക്കയിലൊട്ടി എന്ന് പറഞ്ഞ പോലെ ഉള്ള പ്രതാപവും നഷ്ടപ്പെട്ടു, ഉള്ള വിലയും നഷ്ടപ്പെട്ടു, ഒന്നും ചെയ്യാനും കഴിഞ്ഞില്ല. ഇറാൻ പലതും ഇപ്പോൾ നേടുകയും ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഇസ്രയേലും ഒരു ഭാഗത്തായി. അതേ സമയത്ത് ഇറാൻ ആണെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ഭീഷണി ഇത് എപ്പോഴാണ് യുദ്ധമായി വരിക എന്ന് കാത്തുനിന്ന് പ്രതിരോധിക്കാൻ വേണ്ടി അവർ തയ്യാറായി ഇറാനും ഇപ്പോൾ ക്ഷീണിച്ചിരിക്കുകയാണ്. ലോകത്താകെ എണ്ണയുടെ വില വർദ്ധിച്ചു, എണ്ണ കിട്ടാനില്ല, ഗ്യാസ് കിട്ടാനില്ല. കഴിഞ്ഞ ദിവസം ഹോട്ടലുകൾക്കൊക്കെ ഹർത്താലായിരുന്നു. കാരണം ഗ്യാസിന് വില കൂടിയതാണ്, ഗ്യാസ് കിട്ടാനില്ല. അങ്ങനെ ലോകം മുഴുവൻ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ചൈനക്ക് പ്രതിസന്ധി, തായ്വാന് പ്രതിസന്ധി, മൊബൈലുകൾക്ക് വില വർദ്ധിച്ചു, എല്ലാ ഇലക്ട്രോണിക് ഡിവൈസുകൾക്ക് എല്ലാം വില വർദ്ധിച്ചു, കാരണം ചിപ്പുകൾക്ക് വില കൂടി. അങ്ങനെ തുടങ്ങി ലോകം മുഴുവൻ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഇപ്പോൾ പ്രതിസന്ധിയിലാകാത്ത ആരുമില്ല. അങ്ങനെയുള്ള ഒരു വലിയ യുദ്ധം നയിക്കാൻ വേണ്ടി വന്ന ഒരു ആർമാഡയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇപ്പോൾ ക്ഷീണിച്ച് അമേരിക്കയിലേക്ക് യാത്ര തിരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ കപ്പൽ ചെയ്ത വലിയൊരു ദൗത്യം ലോക പോലീസിന്റെ കഴിവെന്താണ് എന്ന് ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ചു കൊടുത്തു എന്ന് തന്നെയാണ്. ഇതിനെ ഒന്നും തൊടാൻ കഴിയില്ല, ആക്രമിക്കാൻ കഴിയില്ല എന്നായിരുന്നു ലോകം വിചാരിച്ചിരുന്നത്. അമേരിക്കയുടെ പ്രതിരോധം എന്ന് പറഞ്ഞാൽ അത് തടുക്കാൻ കഴിയാത്ത സംവിധാനമാണ് എന്ന് തെറ്റിദ്ധരിച്ച ആളുകൾക്ക് ആ തെറ്റിദ്ധാരണ മാറ്റിക്കൊടുക്കുകയായിരുന്നു ഈ ആർമാഡയെ കൊണ്ടുവന്നതിന്റെ അമേരിക്കൻ പ്രസിഡന്റിന്റെ ലക്ഷ്യമെന്ന് ആർക്കും ഇതുവരെ മനസ്സിലായിരുന്നില്ല. ഇപ്പോഴാണ് കാര്യങ്ങളെല്ലാം പിടികിട്ടിയിരിക്കുന്നത്.